നമസ്കാരം. ഞാൻ വന്നു. ഹായ്. ആക്ച്വലി നമ്മുടെ ഇവിടെ എല്ലാം ഫുൾ ഉത്സവം മോഡാണ്. ഉത്സവം വൈബായി കഴിഞ്ഞു. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഭക്തി ഗാനങ്ങൾ. എല്ലാവർക്കും സുഖാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എല്ലാ ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഈ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളോ, അതെന്താ അങ്ങനെ എനിക്കറിയില്ല. ഞാൻ എന്റെ അനിയത്തിയുടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അനിയത്തിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എനിക്ക് വീഡിയോ പോയിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ അത്രയ്ക്ക് എന്താ പറയണ്ട, കുഞ്ഞൊക്കെ ആയിട്ട് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം ആകെ മൊത്തം എനിക്കിങ്ങനെ കിളിപോയൊരവസ്ഥയായിരുന്നു. എപ്പോഴും കിളിപോയൊരവസ്ഥയാണ്, പക്ഷേ ഇത് കുറച്ച് കൂടുതൽ കിളിപോയൊരവസ്ഥയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഫോട്ടോസ് എടുക്കാത്തത് പോട്ടെ, ഞാൻ എന്റെ പാന്റ് പോലും തിരിച്ചിട്ടിട്ടാണ് ഞാൻ പോയത്. തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നല്ല വശത്തിനകത്ത് വെച്ചിട്ട് ചീത്ത വശം പുറത്ത്. പക്ഷെ ഇത് ആരും കണ്ടുപിടിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്താന്നറിയില്ല, ആരും ഒരിടത്ത് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ എംബ്രോയിഡറി വന്നിട്ട് ആ സൈഡിൽ അങ്ങനത്തെ സ്റ്റിച്ചിങ് അല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ പെട്ടെന്ന് അത് നോക്കാത്തത്. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോ ഇത് എന്തെങ്കിലും ചിറക് പോലെ എന്തെങ്കിലും തൂങ്ങി ഇങ്ങനെ കിടക്കുന്നു. ചിറക് പോലെ കിടക്കുവാണ്. എന്റെ മറ്റേ പോക്കറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്ത് കിടന്നപ്പോ ചിറക് ഇതെന്താന്ന് നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പാന്റ് ഞാൻ തിരിച്ചിട്ടേക്കുവാണ്. അത്രയ്ക്ക് എന്താ പറയണ്ട, അത്രയ്ക്ക് എന്തൊക്കെയോ ആയിരുന്നു ഞാൻ അന്നത്തെ ദിവസം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ ദിവസമൊന്നല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞുള്ള കുറെ പേർക്കൊക്കെ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോ 2 ജിമുക്ക, അതായത് ഒരു കാതിൽ വേറെ ജിമുക്ക, ഇപ്പുറത്തെ കാതിൽ വേറെ ഏതോ ജിമുക്ക, ഇങ്ങനെ 2 ജിമുക്ക ഇട്ടിട്ടാണ് ഞാൻ പോയത്. പക്ഷെ എന്തുകൊണ്ടോ എന്റെ ചേച്ചി അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് അവള് എനിക്ക് ആ ജിമുക്ക കറക്റ്റ് മറ്റേ പേര് രണ്ടും കറക്റ്റ് എടുത്തിട്ട് വന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ജിമുക്ക ഊരിയിട്ട് നിക്കണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് അങ്ങ് നിക്കണമായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തു ആ ചേച്ചി വരുന്നവരെ അങ്ങനെ അങ്ങ് നിക്കാന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒക്കെ പറ്റുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, അയ്യോ എല്ലാരും കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമ്മളെ ആരും അങ്ങനെ അത്രത്തോളം നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവരെല്ലാം അവരുടെ കാര്യത്തിൽ ബിസിയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും, അയ്യോ എന്നെ കാണുന്നു, എന്റെ മിസ്റ്റേക്ക് തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, എന്റെ ഈ ജിമുക്കയുടെ കാര്യം എന്റെ കൂടെ നിന്നവർ ആരും തന്നെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഞാനാണ് അത് ശ്രദ്ധിച്ചത്, ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഞാൻ തന്നെ അവരുടെ അടുത്തെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാൻ ഇങ്ങനെ 2 ജിമുക്കയാണ് ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരാ പറഞ്ഞു, അയ്യോ ആണോ, പക്ഷെ അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. നമ്മളിങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ ഇങ്ങനെ നടക്കുന്നു. പക്ഷെ എനിക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം വേണം. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു, യൂട്യൂബ് വീഡിയോസ് ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്തങ്ങ് അപ്ലോഡ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഇതിലോട്ട് ഇപ്പൊ ഇറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി ടൈം വേണം. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഒത്തിരി നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ കുറവുള്ളതും അതാണ്, ടൈമാണ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്റെ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് തോന്നുന്ന ഒരു കാര്യം. മുകളിലത്തെ വീട്ടിലെ പട്ടി ഇങ്ങനെ അങ്ങ് കുരയ്ക്കുവാണ്. എന്താണ് നിർത്തി പൊയ്ക്കൂടെ എന്നുള്ള അവസ്ഥയാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഭയങ്കര സൗണ്ടാണ്, ഒച്ചപ്പാടാണ്. അതായത് എവിടേക്കോ ഉത്സവങ്ങളിൽ അങ്ങ് പാട്ടൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒരു കച്ചേരി തന്നെ നടക്കുവാണ് ഇവിടെ. പക്ഷെ അതിലും ഞാൻ സംസാരിക്കുന്നുള്ളതാണ്. കാരണം എനിക്ക് പറ്റത്തില്ല. എന്റെ മോൻ ഉറങ്ങുവാണ്. അപ്പൊ ഇപ്പൊ ആണെങ്കിലേ പറ്റത്തുള്ളൂ വീഡിയോ എടുക്കാൻ. ഞാൻ എന്റെ അനിയത്തിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ കാണിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രസ്സ് ഭയങ്കര സൂപ്പർ ആയിരുന്നു അവളുടെ ഡ്രസ്സ്. അവളെ ഞാൻ എന്റെ ഓർമ്മ വെച്ച നാള് മുതല് കളിക്കാനാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ എന്റെ കൂടെ വരുന്ന ഒരാളാണ് അവള്. അപ്പൊ അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ഒരു ആത്മനിർവൃതി അടഞ്ഞു ഞാൻ. അങ്ങനെയല്ല, കുഞ്ഞായിട്ടിരുന്നിട്ട് ഇപ്പൊ വലിയ ഒരു ഇതായി എന്നുള്ളൊരു തോന്നല് വന്നപ്പോൾ ഒരു ഇത്. എനിവേ എനിക്ക് അവളുടെ കോസ്റ്റ്യൂം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു. മൊത്തത്തിൽ സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന പയ്യനാണെങ്കിലും ആകെ മൊത്തം നല്ല വൈബുള്ള ഒരു പയ്യൻ. എനിക്ക് ഇഷ്ടമായി. ഞാൻ അന്ന് കുറെ പ്ലാൻ ചെയ്തായിരുന്നു, കുറെ വീഡിയോസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു വീഡിയോയും നടന്നില്ല എന്ന് മാത്രമല്ല, എന്റെ പാന്റ് പോലും, ഞാൻ പറഞ്ഞല്ലോ, ഇട്ടത് പോലും അങ്ങ് തിരിഞ്ഞു പോയി.
എങ്ങനെയാണ് ഞാൻ അവിടെ വരെ എത്തിപ്പെട്ടതെന്ന് എനിക്ക് ആലോചിക്കുവാണ്. എന്താന്നറിയില്ല, ഈ നമ്മൾക്ക് ഈ കുഞ്ഞ് വരുമ്പോ ഒരു മമ്മ ബ്രെയിൻ ഉണ്ടല്ലോ, എല്ലാം മറന്നുപോകും. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ ഞാൻ ലൈവ് വരുമ്പോഴാണെങ്കിലും എന്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ കാണാലോ. പാവല്ലേ ഞാൻ. അപ്പൊ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതുവരെയും എന്റെ വീഡിയോസ് കാണാത്തവരാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണ്, ഞാൻ എന്താ പറഞ്ഞേ, തെറ്റിപ്പോയി, സോറി, മാച്ചളഞ്ഞിരിക്കും. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഈ പണ്ടാരത്തിനെ സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഇവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ദയവചെയ്ത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ പാവമാണ്. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണ നിങ്ങൾ മറക്കരുത് കേട്ടോ. കാരണം എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾ മിസ്സായി പോവില്ലേ. ബെല്ലൈക്കൺ, അപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഞാൻ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഇവളെന്തോ, ഇവളുടെ വീഡിയോ എന്തോ അത്രയ്ക്ക് എന്തോണ് സംഭവം, ഇവളെന്തോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ കാണും. ഞാനെല്ലാം വളരെ തമാശയായിട്ട് ഫണ്ണി ആയിട്ടൊക്കെയാണ്. നിങ്ങൾ ആ രീതിയിൽ എന്റെ ചാനൽ നിങ്ങൾ കാണുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ തോന്നുന്നെങ്കിൽ അത് അങ്ങനെ തോന്നരുത്. ഞാൻ അങ്ങനെ അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. ഈച്ച എന്നെ ആക്രമിക്കുന്നു. പൂച്ച. നെക്സ്റ്റ് മന്ത് എന്റെ ഹസ്ബൻഡ് വരുമായിരിക്കോ അറിയില്ല. ആള് വന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ വീഡിയോസ്, ഈ ഒരു ചാനൽ കുറച്ചും കൂടെ ഒന്ന് പച്ച പിടിപ്പിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഞാനിത് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആള് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ മോനെ ഇനി എനിക്ക് ഡേ കെയറിലാക്കണം എന്നുണ്ട്. അവനെ ഡേ കെയറിലാക്കുമ്പോ എനിക്ക് അവനേക്കാളും പ്രശ്നമാണ് എനിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഒരമ്മയുടെ രോധനം. എന്റെ കുഞ്ഞ് എഴുന്നേറ്റു, എന്നെ വിളിക്കുകയാണ്. എഴുന്നേറ്റ് വരുമായിരിക്കും. ഓക്കെ, മൗലി എണീറ്റ് വാ. മൗലിക്കുട്ടാ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാ ഞാൻ. ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇവനെ ഡേ കെയറിലാക്കുന്നത് ഇവനെക്കാളും പ്രശ്നം എനിക്കാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ വെച്ച് ഇവനെ വളർത്തുവാണേ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് കുഞ്ഞിനെ. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവനെ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഞാൻ ഇവനെ കൊണ്ട് സ്വന്തമായിട്ട് ഇവനറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവനറിയാം. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള മാറി നിൽക്കുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുമുണ്ട്. എനിക്ക് മെന്റലി ഒക്കെ ഞാൻ ഇങ്ങനെ ചില സമയങ്ങൾ ഡൗൺ ആയി പോകുന്ന സമയങ്ങളുണ്ട്. എന്റെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആള് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. എന്നെ പോലെ ഇങ്ങനെ ഇതൊന്നും അല്ല. അവന്റെ അച്ഛനെ പോലെയാണ്. ആള് നല്ല സീരിയസ് ആണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ദൈവമേ, ബാലയെ പോലെ ഇരുന്നാ മതി. അതായത് എന്റെ ഹസ്ബൻഡ് ആണ് കേട്ടോ ബാല. ആളെ പോലെ ഇരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ എന്നെ പോലെ ഇരിക്കുന്നത് മോശമൊന്നും അല്ല കേട്ടോ. എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് ആളെ ഇഷ്ടമാണ്. ആളുടെ എന്താണ് പേഴ്സണാലിറ്റി ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. മോൻ അങ്ങനെ ആയി വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഓക്കെ, ബൈ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് എന്റെ വീഡിയോ കഴിയുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് എന്റെ വീഡിയോ. സൈക്കോളജി റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ല, പേഴ്സണൽ ഒരു വ്ലോഗാണ്. നമുക്ക് അങ്ങോട്ട് ഒന്നിനും ടൈം കിട്ടാത്ത സമയമുണ്ടല്ലോ, അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ ഈ പേഴ്സണൽ വ്ലോഗ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ സൈക്കോളജി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ രീതിക്കാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇതിന് കുറച്ച് ടൈമൊക്കെ വേണം. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടന്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യം, ഇപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൽ മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് മിസ്റ്റേക്സ് വരുത്താനും കുഴപ്പമില്ല. നിങ്ങൾ എന്താണ്, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളല്ലേ. അപ്പൊ നമ്മളുടെ സംസാരത്തിലൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരുമല്ലേ. പക്ഷെ സൈക്കോളജി റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ മാത്രമായിരിക്കണം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെയല്ല, നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ഒരു കണ്ടന്റ് എടുക്കും, പാരന്റ്സിനോടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, നമ്മൾ പാരന്റിങ്ങിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ പാടില്ലല്ലേ. തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. അതെന്താണ്, അമ്മ ഡോറ് തുറന്നും അടച്ചും കളിക്കുവാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ആരും കമന്റ് ചെയ്യാറില്ല.
എന്തുവാണോ എനിക്ക് അറിയത്തില്ല. പറയാനല്ലേ പറ്റൂ, കമന്റ് ചെയ്യില്ല. തെറി വേണ്ട, തെറി ചോദിക്കരുതേ, അസഭ്യ വർഷങ്ങൾ നടത്തരുതേ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചൂടെ. എന്റെ അമ്മ ഡോറ് തുറക്കും അടയ്ക്കും അങ്ങനെ കളിക്കുകയാണ്. അതൊരു ഗെയിം പോലെ കളിച്ചോണ്ടിരിക്കുന്നു. എന്റെ കൊച്ചു എത്ര സൽസ്വഭാവിയായിട്ടിരിക്കുന്നു. എന്നും ഇങ്ങനെ വ്ലോഗ് രാവിലെ തൊട്ട് ഞാൻ അങ്ങ് ഇങ്ങനെ ക്യാമറ ഓണാക്കി അങ്ങ് ഇരുന്നാലോ എന്ന് ഞാൻ ആലോചിക്കുവാണ്. രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ, അപ്പൊ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എത്ര നന്നായി. അവനിങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന ഇഷ്ടമല്ല കേട്ടോ. അവൻ പറയും അമ്മ ഓഫ് ചെയ്യ് അമ്മ, ഓഫ് ചെയ്യ്, വേണ്ട എന്ന് പറയും കേട്ടോ. അതൊക്കെ ഞാൻ എവിടെ ക്യാമറ ഉണ്ടോ അവിടെ ഈ ഒരു പോസും കൊണ്ട് ഞാൻ നിൽക്കാറുണ്ട്. അതൊക്കെ ഞാൻ എന്താണെങ്കിലും അടുത്ത ആഴ്ചയിലേക്ക് എനിക്ക് എന്നും വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് അവസ്ഥ. അതിൽ നിന്നിട്ടാണ് ഞാൻ എന്റെ ഡ്രീംസ് ഞാനിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ അതൊക്കെ പറയുമ്പോൾ ഇമോഷണൽ ആയാൽ ഞാൻ കരയും. കരഞ്ഞാൽ പിന്നെ വളരെ വൃത്തികേടാവും. അതുകൊണ്ട് ഓക്കെ. അതുകൊണ്ട് ടാറ്റ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും ബൈ. See you.